ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ രണ്ട് വിധമായ വർത്തമാനങ്ങളെ നമുക്ക് കേൾക്കുവാനിടയായിത്തീരും. ഒന്ന് സദ്വർത്തമാനം, രണ്ട് ദുർവർത്തമാനം. ഈ രണ്ട് കാര്യങ്ങളും ഈ ഭൂമിയിൽ നമുക്ക് കേൾക്കുവാനിടയായിത്തീരും. ആമേൻ. എന്നാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, 112 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 7-ാം വചനം, ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. ആരാണ് ഭയപ്പെടാത്തത്? 1-ാം വചനത്തിൽ വായിക്കുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഒരിക്കലും ദുർവർത്തമാന നിമിത്തം ഭയപ്പെടേണ്ടി വരികയില്ല. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഈ ദിവസത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. എത്ര ദുർവർത്തമാനങ്ങൾ നമുക്കെതിരെ വ്യാപിച്ചാലും പ്രൈസ് ദി ലോർഡ്, നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. സാധാരണ ദുർവർത്തമാനം കേൾക്കുമ്പോൾ മനുഷ്യർ സ്വാഭാവികമായി ഭയപ്പെടാറുണ്ട്. എന്നാൽ ദൈവമക്കളാകുന്ന യേശുക്രിസ്തു വിശ്വസിക്കുന്ന യഹോവയെ ഭയപ്പെട്ട് ആമേൻ ആ കർത്താവിൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യന് ഒരിക്കലും ഭയപ്പെടേണ്ടി വരികയില്ല. കർത്താവ് പറയുന്ന ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. കാരണം അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അതെ, നാം യഹോവയെ ഭയപ്പെട്ട് നടക്കുകയാണോ, യഹോവയുടെ കൽപ്പനകളിലാണോ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ദുർവർത്തമാനം അവൻ ഭയപ്പെടുകയില്ല. കാരണം അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. പ്രിയ ദൈവമക്കളെ, യഹോവയിൽ ആശ്രയിച്ച് നമുക്ക് ഉറച്ചിരിക്കാം. ദുർവർത്തമാന നിമിത്തം ഭയപ്പെടേണ്ട. കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. അങ്ങനെ നാം ഭയപ്പെടാതെ ഉറച്ചു നിന്ന് കർത്താവിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, വേഗത്തിൽ സദ്വർത്തമാനങ്ങളെ കേൾക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും. ഒരു സദ്വർത്തമാനമായി കർത്താവ് നമ്മെ തന്നെ മാറ്റും. ഇതേ സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. അതേ അധ്യായം തന്നെ അതിൻ്റെ 9-ാം വചനത്തിൽ, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ആമേൻ. ഇതൊക്കെ സദ്വർത്തമാനങ്ങൾ ഉൾപ്പെടുന്ന കാര്യമാണ്. ആമേൻ. അവൻ ഇതൊക്കെ ചെയ്യുന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ടു, അവൻ മാനിക്കപ്പെട്ടു, അവൻ ദൈവത്താൽ ഉയർത്തപ്പെട്ടു. ആമേൻ. സ്തോത്രം. അത് സദ്വർത്തമാനം. എന്നാൽ ദുർവർത്തമാനം വ്യാപിക്കുന്ന കാലത്ത് പോലും പതറാതെ തളരാതെ ദൈവത്തെ വിട്ടു മാറാതെ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ യഹോവയെ ഭയപ്പെട്ട് ജീവിക്കുകയല്ലേ, കർത്താവിൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുകയല്ലേ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് ദൈവത്തോടും ചോദിച്ച് മനുഷ്യരോട് മുഷിഞ്ഞ് പിറുപിറുത്ത് നാം ദൈവസന്നിധി വിട്ട് അന്യപ്പെട്ടു പോയാൽ നാം അവിടെ ദുർവർത്തമാന നിമിത്തം ഭയപ്പെട്ട് നാം നശിച്ചു പോകുവാനിടയായിത്തീരും. എന്നാൽ യഥാർത്ഥമായി യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഈ ഭൂമിയിൽ പലതും സഹിക്കേണ്ടി വരും. കഷ്ടതകൾ, വേദനകൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ കടന്നു വരും. എന്നാൽ അവിടെയും ദുർവർത്തമാനങ്ങളും കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭയപ്പെടുന്ന മനുഷ്യൻ അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും. നിശ്ചയമായി ഒരു സദ്വർത്തമാനങ്ങളാൽ കർത്താവ് നമ്മെ മാറ്റുവാൻ ഇടയായിത്തീരും. ഈ വചനപ്രകാരം എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കാം, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാം. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം താഴ്ത്തുന്നു സമർപ്പിക്കുന്ന കർത്താവ് എപ്പോഴും ദൈവഭയത്തോടും
ഭക്തിയോടും അങ്ങയുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് അങ്ങേ സ്നേഹിച്ച് കർത്താവിൻ്റെ വഴികൾ നടക്കുന്ന ഒരു കർത്താവ് കൂട്ടമായി ദൈവം ഞങ്ങളെ കണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആയതിനാൽ ദുർവർത്തമാനങ്ങൾ കടന്നു വരുമ്പോൾ ഭയപ്പെടാതെ അമ്മേൻ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അമ്മൻ വേഗത്തിൽ സദ്വർത്തമാനങ്ങളെ കേൾക്കുവാൻ ഒരു സദ്വർത്തമാനമായി കർത്താവേ ഒരു അനുഗ്രഹമായി ദൈവവചനം കേൾക്കുന്ന ഞങ്ങളെല്ലാവരെയും അപ്പോൾ മാറ്റി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സമ്പന്നമായി താഴ്ത്തുന്നു. അങ്ങയുടെ വരവ് ഏത് സമയത്തൊന്നും അറിയുന്നില്ല. കർത്താവേ സ്തോത്രം സ്തോത്രം. എപ്പോഴും ഒരുക്കമുള്ളവരായി കാണപ്പെടുവാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു.